PV അൻവറിന്റെ സിൽസില അടക്കമുള്ള എല്ലാം ഊരിയെടുത്തിരിക്കുകയാണ് ഇഡിയും വിജിലൻസും. ഇപ്പോൾ രാവിലെ 7 മണി മുതൽ PV അൻവറിന്റെ വീട്ടിൽ ഇഡി കയറി ഇറങ്ങുകയാണ്. കൂട്ടാളികളെ അടക്കം ഇഡി മുൾമുനയിൽ നിർത്തിയിരിക്കുകയാണെന്നൊക്കെ കേൾക്കുന്നുണ്ട്. എല്ലാവരെയും ഈ എന്താ പറയുക, ശക്തമായി എതിർക്കുന്ന, പച്ചയ്ക്ക് കാര്യങ്ങൾ വിളിച്ചു പറയുന്ന, എനിക്കാരെ ഒരു ഭയമില്ല എന്ന്, പിണറായിയെപ്പോലും ഭയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്താ പറയുക, വാക്കുകൾ കൊണ്ട് അമ്മാനമാടുന്ന PV അൻവർ. വൃശ്ചികം 4 ഉള്ളൂ, അൻവറിനും കൊടുത്തു അയ്യപ്പൻ പണി. അത് ശരി. PV അൻവറിന്റെ പേരേ കേൾക്കാനില്ലല്ലോ രാഷ്ട്രീയത്തിൽ ഇപ്പൊ. കുറച്ച് ദിവസമായി. ഞാൻ കഴിഞ്ഞ ദിവസം വിചാരിച്ചതേ ഉള്ളൂ സാർ, ഈ PV അൻവർ എവിടെ പോയി, കാണാനേ ഇല്ലല്ലോ ഒന്ന്. രാഷ്ട്രീയ വനവാസത്തിലായി പോയി അല്ലേ? ഇന്ന് രാവിലെ ദേ കിടക്കുന്നു. സിയാറ ലിയോണിൽ ചെമ്പു ഖനിയുണ്ട്, ആഫ്രിക്കയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. ചെമ്പ് ഖനിയുണ്ട്. അപ്പൊ ഇപ്പോ ഈ നമ്മള് കണ്ട അൻവർ എന്ന് പറയുന്നത് അഴിമതിക്കെതിരെ പോരാട്ടവും ഒക്കെ നടത്തിയ കേരളത്തിലെ റിപ്പോർട്ടർ ചാനലിലെ പോലെ ഓരോ പോലീസ് ഓഫീസർമാർ തനിക്ക് സ്വകാര്യമായിട്ട് പറഞ്ഞ ഫോൺ സംഭാഷണങ്ങളൊക്കെ റെക്കോർഡ് ചെയ്ത് ജനങ്ങളെ കണ്ടോ അൻവറിന്റെ മിടുക്കെന്നും പറഞ്ഞ് കാണിച്ച വ്യൂവർഷിപ്പിന് വേണ്ടി മത്സരിക്കുന്ന പോലെ അതും കാണിച്ചുകൊണ്ട് അവിടെ ഇരുന്ന് അൻവർ ബോറടിച്ചിട്ട് വയ്യ സ്വകാര്യ സംഭാഷണത്തിൽ കൂടെ പറയുന്നത് കേട്ടോ, ഇത് കണ്ടു, വലിയ സംഭവമായിട്ട് എനിക്ക് ചിരി വന്നു. ഇത് നമ്മുടെ കാരശ്ശേരി മാഷുണ്ടല്ലോ, MN കാരശ്ശേരി മാഷ് പോലെയുള്ള സാധുക്കളായിട്ട് ആൾക്കാർ കണ്ടോ കേരളത്തിൽ പുതിയ രാഷ്ട്രീയ താരവും ഇപ്പൊ അടുത്ത ഭാവി മുഖ്യമന്ത്രിയാണെന്ന് വരെ അദ്ദേഹം പ്രവചന സ്വഭാവത്തോടു കൂടി അങ്ങ് പറഞ്ഞു. ഞാൻ വിചാരിച്ച് MN കാരശ്ശേരി സാറിന് വട്ടുപിടിച്ചു പോയത്. സത്യം പറഞ്ഞാൽ അതിപ്പോൾ ശരിയായില്ലേ? എവിടെ മാഷേ നിങ്ങളുടെ PV അൻവർ എവിടെ? അന്നേ ഞാൻ പറഞ്ഞു കേട്ടോ, ABC-യുടെ തിരുവനന്തപുരം ചാനലിലുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഈ അൻവർ ഒരു കുന്തവും ആവാൻ പോകുന്നില്ല, ഇവൻ ഇപ്പോൾ ഉണ്ടാക്കുന്ന ഒരു ഹൈപ്പ് മാത്രം. റിപ്പോർട്ടർ ചാനൽ പോലെ നമ്പർ 1 ചാനലായില്ലേ, അതിന്റെ ഉള്ളി പൊളിച്ചു കഴിയുമ്പോൾ എന്തായി തീരുമോ അതുപോലെ താഴെ പോയി എന്ന് പറയുന്ന പോലെ ഉള്ളി പിടിച്ചു നിർത്താൻ പറ്റില്ല അധികകാലം. നിങ്ങൾക്ക് കുറേ പേരെ കുറേ കാലത്തേക്ക് വിഡ്ഢികളാക്കാം, എല്ലാവരെയും എല്ലാ കാലത്തും വിഡ്ഢികളാക്കാൻ പറ്റില്ല. അത് കാരണം അൻവറിൻ്റെ കാര്യത്തിലും സംഭവിച്ചത്. താങ്ങാൻ കുറേ പേരുണ്ടായിരുന്നു, കുറേ പാർട്ടികളും കുറേ CPM വിട്ടുപോകുന്ന പഞ്ചായത്ത് ഇയാളെന്തോ വലിയ സംഭവമാണ്. ഇത് പറയുമ്പോൾ ഞാൻ ഓർക്കുന്നത്, ഞങ്ങളുടെ അടുത്ത് ഒരു ദിവ്യൻ വന്നു കേട്ടോ, യേശുവിൻ്റെ അതേപോലെ തന്നെ 5 അപ്പം കൊണ്ട് 5000 ആക്കുന്നു, വെള്ളം വീഞ്ഞാക്കി മാറ്റുന്നു, ഇങ്ങനെയുള്ള ദിവ്യാത്ഭുതങ്ങളെന്ന് പറഞ്ഞ് കുറേ പെണ്ണുങ്ങളെല്ലാം കൂടെ അദ്ദേഹത്തിൻ്റെ പുറകെ അങ്ങ് നടക്കുകയും ചെയ്ത് ഒരു കൂളിംഗ് ഗ്ലാസും ഒക്കെ വെച്ചുകൊണ്ടായിരുന്നു അയാളുടെ വരവും ഒക്കെ. ദിവ്യനായിട്ട് അങ്ങ് യേശു ക്രിസ്തു അന്ത് അവരങ്ങനെ പറയുന്നില്ല, ഇനി ഒരു പ്രവാചകൻ വരുമെന്നൊന്നും ആരും പറയുന്നില്ല. പക്ഷെ മതാതീതമായിട്ട് അവരെല്ലാം കൂടെ അങ്ങ് വിശ്വസിച്ചു പരിപാലിപ്പിക്കുന്നു, ദിവ്യനാണെന്ന് പറഞ്ഞ് തൊഴുന്നു, വീണ് കടന്നു കൊള്ളുന്നു എൻ്റെ. അപ്പം ഈ യേശു ക്രിസ്തു, അഭിനവ യേശു ക്രിസ്തു ഇങ്ങനെ ദിവ്യാത്ഭുതങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് ഇങ്ങനെ നടന്ന് ഇങ്ങനെ ഒരുപാട് ആരാധകർ, പ്രത്യേകിച്ചും സ്ത്രീകളുണ്ടായി. അവസാനം ഇവർ യാത്ര അയച്ച് അദ്ദേഹം പോവാണെന്നും പറഞ്ഞ് വലിയ ആൾക്കൂട്ടമൊക്കെ ആയിരുന്നു. പോയി കഴിഞ്ഞപ്പോൾ അറിയുന്ന അവിടെ ഒരു പാവപ്പെട്ട യുവതിക്ക് ദിവ്യഗർഭം അറിയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ദിവ്യമായിട്ടുള്ള വിളയാടൽ കൊണ്ടുണ്ടായ ഒരു ഫലവത അതോടുകൂടി എല്ലാവരും മറന്നു കഴിഞ്ഞു എന്ന് പറയുന്നത് പോലെ ഒരാരാധനയാണ് പെട്ടെന്ന് PV അൻവറിന് കയറി വന്നത്. അദ്ദേഹം വരട്ടുന്നു, മുഖ്യമന്ത്രിയെ വരട്ടുന്നു, VD സതീശനെ വരട്ടുന്നു, കണ്ടീഷൻ വെക്കുന്നു, അവിടെ കോൺഗ്രസിനെ ജയിപ്പിക്കാൻ കണ്ടീഷൻ വെക്കുന്നു. നിലമ്പൂരിൻ്റെ സുൽത്താനായിട്ട് അങ്ങ് പെരുമാറിക്കളഞ്ഞു പുള്ളി, തോറ്റു തൊപ്പിയിട്ടു. സതീശൻ തന്നെ മണ്ഡലത്തിൽ നിന്നു. സതീശനെ അക്കാര്യത്തിൽ സമ്മതിക്കണം, VD സതീശൻ നിന്റെ പിന്തുണയില്ല, ഞങ്ങൾ ജയിച്ചു കാണിക്കുകയും ചെയ്തു. അതോടുകൂടി അൻവർ അങ്ങ് ആവിയായി തീർന്നു. അതിന് ആരാധകരും വിട്ടുപോയി. ആ ദിവ്യാത്ഭുതങ്ങളൊക്കെ അവിടെ അവസാനിച്ചു കഴിഞ്ഞു. പക്ഷെ ഇപ്പോ ഒരു ദിവ്യ ഗർഭം ഇപ്പൊ പുറത്തു വന്നിരിക്കുക. KFC-ന്ന് പുള്ളി വലിയ സംഭവമായിട്ട് എൻ്റെ കയ്യിൽ 5 പൈസ ഇല്ലെന്ന് പറഞ്ഞ ഈ മനുഷ്യൻ തെരഞ്ഞെടുപ്പ് കാലത്ത് 5 പൈസ ഇല്ല, 12 കോടി രൂപ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ കടമെടുത്തു. വ്യവസായങ്ങൾക്ക് പണം കൊടുക്കുന്ന സ്ഥാപനമാണ്, മനസ്സിലായി? അവിടുന്ന് കടമെടുത്തപ്പോൾ കടമെല്ലാം കൂടെ പലിശ കയറി 22 കോടിയായി. അനക്കമില്ല പുള്ളി. വിജിലൻസുകാർ ചെന്നു, പലരും പണം വേണമെന്ന് പറഞ്ഞു, ഒന്നുമില്ല, ഒരു ചുക്കുമില്ല. അല്ല തന്നെ ആ പോയിന്റ് വെച്ച് എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം, പാവപ്പെട്ടവൻ പല ലോണ് അവന് അത്യാവശ്യത്തിന് ആശുപത്രി ചികിത്സയ്ക്ക് എടുത്തു കഴിഞ്ഞാൽ സഹകരണ ബാങ്ക് ആണെങ്കിൽ ഏത് ബാങ്ക് ആണെങ്കിലും ചെന്ന് അവൻ്റെ വീട്ടിൽ ജപ്തി നോട്ടീസ് വെക്കത്തില്ലേ? വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വരത്തില്ലേ? ഇയാൾ ആരാ? കൊമ്പുണ്ടോ ഇയാൾക്ക്? എന്താ നടപടി എടുക്കാത്തത്? പിടിച്ച് അറസ്റ്റ് ചെയ്യാത്തത് എന്താ? ഈ പണം തിരിച്ചു കൊടുത്തെങ്കിലല്ലേ മറ്റുള്ളവർക്ക് വേണ്ടി ഇത് കൊടുക്കാൻ പറ്റൂ. അപ്പോൾ എന്ത് ക്രിമിനൽ കുറ്റമല്ലേ? ഇപ്പോൾ എന്തായാലും സംഗതി മോനെ ED വന്നിട്ടുണ്ട്.
ഇ ഡി കിട്ടുന്ന ലക്ഷണം കാണിക്കുന്നുണ്ട്. ഇ ഡി കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. കാരണം തിരിച്ചടയ്ക്കുന്നില്ല, മറുപടിയില്ല, ഒന്നുമില്ല. വാങ്ങിച്ചു വെച്ചിരിക്കുക. തൻ്റെ പ്രോപ്പർട്ടിയാണ്, കേരളം മുഴുവൻ തൻ്റെ പ്രോപ്പർട്ടിയാണ്. ദൈവമേ, അവിടെ MLA ആയിട്ട് ജയിച്ചു കഴിഞ്ഞെങ്കിൽ ജന്മത്തിൽ ഈ പൈസ കൊടുക്കത്തില്ല, അഡ്ജസ്റ്റ് ചെയ്തങ്ങ് പോയി. അതാണ് സംഭവിക്കാൻ പോകുന്നത്. MLA ആയി കഴിഞ്ഞാൽ പിന്നെ മന്ത്രിയാവും. മന്ത്രിയായി കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട, തിരിഞ്ഞ് ശബരിമലയായിത്തീരും, ശബരിമല ദേവസ്വം ബോർഡായിത്തീരും. മനസ്സിലായില്ലേ? തിരിച്ചു കൊടുക്കണ്ടാത്ത ഒരു കടമായിട്ട് അങ്ങ് സ്വീകരിക്കും. അതങ്ങ് എഴുതി തള്ളപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതെല്ലാം ഇപ്പോൾ ഒഴിവായിട്ടുണ്ട്. ഇ ഡി ചുറ്റും കൂടി. ഇനിയിപ്പോൾ ഇതിൽ പറയാൻ പോകുന്ന ഒരു ക്യാപ്സ്യൂൾ അൻവറിന്റെ ഭാഗത്ത് നിന്ന് വരാൻ പോകുന്നത്, ഞാൻ CPM-നെതിരായപ്പോൾ എനിക്കെതിരെ കള്ള കേസുമായി CPM വരുന്നു എന്നുള്ള ഒരു ക്യാപ്സ്യൂൾ ഉടനെ അൻവറിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാം. അൻവറിനെ ഇനിയിപ്പോൾ എന്തായാലും മാധ്യമങ്ങൾ കാണും. അൻവറായിരിക്കും ഇന്നത്തെ താരം മിക്കവാറും ചർച്ചകളിൽ. പത്മകുമാറാണ് ഇന്ന് താരമായി നിൽക്കുന്നത്. വാർത്താ താരം ഇന്നത്തെ പത്മകുമാറാണ്. പലതും ഇടിച്ചു പിഴിഞ്ഞ് SIT പുറത്തു വിട്ടിട്ടുണ്ട്. എങ്കിലും എപ്പോഴെങ്കിലും ഒരിക്കൽ അൻവറിനെ വളയുമ്പോൾ ഇന്ന് പറയാൻ പോകുന്ന ക്യാപ്സ്യൂൾ ഇതായിരിക്കില്ലേ? അല്ലല്ല, അതാവാൻ സാധ്യമല്ല. കാരണം അങ്ങനെയൊന്നും പറയാൻ പുള്ളിക്ക് പറ്റില്ല. കാരണം ഇത് ശബരിമലയല്ല, ഫയലുകൾ പൂർത്തി വെച്ചിട്ടില്ല. KFCയുടെ ഫയലെല്ലാം ഡിജിറ്റലായിട്ടുള്ള എവിഡൻസും ഫയലുകളും എടുത്ത കടത്തിൻ്റെ എല്ലാം കണക്കായിട്ട് തന്നെ അവിടെ കാണും. ഒഴിഞ്ഞു പറയാനൊന്നും പറ്റത്തില്ല. അത് പൈസ തിരിച്ചടക്കേണ്ടി വരും, അല്ലെങ്കിൽ പിടിച്ച് ജയിലിലിടും. അതാ സംഭവിക്കാൻ പോകും. അപ്പൊ ജപ്തി ചെയ്യാനുള്ള സംവിധാനം ഇല്ലാത്ത എന്താണെന്ന് അല്ല, ഇയാളുടെ സ്വത്തുകൾ കണ്ടുകെട്ടണമല്ലോ. പാവപ്പെട്ടവനാണെങ്കിൽ ഇപ്പൊ ആത്മഹത്യ ചെയ്യത്തില്ലേ ജപ്തി മൂലം? എത്ര പേര് അങ്ങനെ കേരളത്തിൽ ആത്മഹത്യ ചെയ്തു? ഇയാൾ പണക്കാരനായതുകൊണ്ട് വേറൊരു നീതി. അപ്പൊ അവർക്ക് വേറൊരു, പാവപ്പെട്ടവന് ഒരു നീതി, പണക്കാരന് വേറൊരു നീതി. അതല്ലേ സംഭവിക്കുന്നത്? അത് പിന്നെ ഏറ്റവും കൂടുതൽ കേന്ദ്ര ഗവൺമെന്റിനെ അതിൽ വിമർശിച്ചിട്ടുള്ളത് CPM ആണ്. ഈ CPM ഇരിക്കുമ്പോൾ എന്താ നടപടി സ്വീകരിക്കാത്തത്? PV അൻവർ പിണറായി എന്തെല്ലാം ചീത്ത വിളിച്ചിരിക്കുന്ന കള്ളനാണെന്നും പറഞ്ഞ് ആ കള്ളത്തരം ഒന്ന് വിളിക്കാനെങ്കിലും എന്താ ഉപയോഗിക്കാത്തത്? കാരണം എന്താണെന്ന് വെച്ചാൽ മൈനോറിറ്റി വോട്ട് ലക്ഷ്യമിട്ടുകൊണ്ടാണ് നടപടി സ്വീകരിക്കാത്തത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഈ വോട്ട് ചോർന്നു പോയാലോ എന്നുള്ള പേടിയാണ്. അതാണ് കാര്യം. ഇപ്പൊ ഈ പിന്നെ 12 കോടി എന്ന് പറയുന്നത് 22 കോടിയായി. ഇതിനിടയ്ക്ക് ഇദ്ദേഹത്തിന്റെ അമ്യൂസ്മെന്റ് പാർക്ക് സിൽസിൽ എന്നാണ് അതിന്റെ പേര്. ഈ സിൽസിലയിലും വിജിലൻസ് അന്വേഷണമൊക്കെ നടത്തിയിട്ടുണ്ട്. അവിടെ എന്തോ അനധികൃതമായ ഇടപാടുകളൊക്കെ നടന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. സ്വാഭാവികമായി അൻവറിനെ പൂട്ടണമല്ലോ. ക്രിമിനൽ ഒഫൻസ് അല്ലേ ഇത്? പൈസ തിരിച്ചടയ്ക്കുക. എത്ര 2015 എടുത്തതാ? എത്ര വർഷമായി? അല്ല, പൈസയുടെ കാലാവധി കഴിഞ്ഞു. ലോൺ എടുക്കുന്നതിനൊരു കാലാവധി ഉണ്ട്. ആ കാലാവധി നമുക്കിപ്പോൾ അറിയില്ല. 15 ആണെങ്കിൽ ഇപ്പൊ എത്ര വർഷമായി സാർ? 15 10 25 10-15 വർഷം ആവുന്നില്ലേ? 11 വർഷം കഴിഞ്ഞു. 11 വർഷത്തേക്കൊന്നുമുള്ള ലോണൊന്നും ആരും കൊടുക്കാറില്ല. 12 കോടിക്കൊക്കെ അങ്ങനെ ലോൺ കൊടുക്കും. തിരിച്ചടയ്ക്കണം. തിരിച്ചടച്ചുകൊണ്ടിരുന്നാൽ ഈ 22 കോടി ആവത്തില്ലല്ലോ. കുറഞ്ഞ ഡിമിനിഷ് ചെയ്തല്ലേ വരൂ. അപ്പോൾ അതിനകത്ത് ലംഘനം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും നമുക്കൊരു കാര്യം ഉറപ്പിക്കാം. ഇപ്പോൾ KFC എന്ന് പറയുന്ന വ്യവസായ സ്ഥാപനങ്ങൾക്ക് ലോൺ കൊടുക്കുന്ന സ്ഥാപനമാണ്. എങ്കിലും അവിടെ തീർച്ചയായിട്ടും ഇത്ര വലിയ ലോൺ ഇത്ര കാലത്തേക്ക് കൊടുക്കാൻ സാധ്യതയില്ല. അതല്ലെങ്കിൽ തന്നെ ഇയാൾ മാസം തോറും ഇത് തിരിച്ചടയ്ക്കണം എന്നുള്ളതായിരിക്കും അതിൻ്റെ കണ്ടീഷൻ. തിരിച്ചടച്ചിട്ടുണ്ടെങ്കിൽ 22 കോടിയിലേക്ക് പോവില്ല. 15 എടുത്ത കടത്ത് 10 കോടിയല്ലേ, 15 കോടി അല്ലേ? ആ 15 കോടിയും താഴോട്ടേ വരൂ. തിരിച്ചടവ് നടന്നിട്ടില്ല. അതൊരു ഒഫൻസാണ്. ബ്രീച്ച് ഓഫ് ദി കോൺട്രാക്റ്റ് ആണ്. കാരണം ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടാണല്ലോ, ഒരു ബോണ്ട് ഒപ്പിട്ടാണ് ഈ ലോൺ കൊടുക്കുന്നത്. അപ്പോൾ അതൊരു കോൺട്രാക്റ്റ് പോലെയാണ്. അതിൻ്റെ ഒരു ലംഘനമാണ് നടന്നത്.